السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. من شر الوسواس الخناس. صدق الله العظيم. سورة الناس ആയത്ത് നമ്പർ 4. കഴിഞ്ഞ ക്ലാസുകളിൽ സൂറത്തുൻ നാസിലൂടെ ആദ്യത്തെ 3 ആയത്തുകളിലൂടെ നാം അഭയം തേടുകയായിരുന്നു. റബ്ബിനോട്, മലിക്കിനോട്, ഇലാഹിനോട്. എന്തിൽ നിന്നുള്ള അഭയം തേടലാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയോട് നടത്താൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഈ വരുന്ന ആയത്തുകളിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ 4ാമത്തെ ആയത്തിന്റെ അർത്ഥം, പദാനുപദ അർത്ഥം, 4 പദങ്ങളാണ്, മൊത്തം 4 കലിമത്തുകളാണ് ഈ ആയത്തിൽ ഉള്ളത്. മിൻ ഷർ അൽ വസ്വാസ് അൽ ഖന്നാസ്. ഓരോന്നും പ്രത്യേകം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്, നേരത്തെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിൽ പഠിച്ചിട്ടുണ്ട്. മിന്ന്, ഇൽ നിന്ന് എന്നാണ് മിന്നിന്റെ അർത്ഥം. ഷർറാണ് അടുത്ത പദം, പുതിയ പദമാണ് ഷർറ്. എന്നാൽ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് ഷർറ്, ഖൈറ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഷർറ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഉപദ്രവം, തിന്മ എന്നൊക്കെയാണ് അതിനർത്ഥം വരുന്നത്. ഷർറ് എന്നത് ഖൈർ എന്നതിന്റെ എതിർപദമാണ്, വിപരീത പദം എന്ന് പറയും. അതിന് അറബിയിൽ ദിദ് എന്നാണ് പറയുക. ഖൈർ എന്ന പദത്തിന്റെ ദിദ്ദായ പദമാണ് ഷർറ്. ഖൈർ, ഷർറ്. അപ്പോ മിൻ ഷർരി, ഉപദ്രവത്തിൽ നിന്ന്. ആരുടെ ഉപദ്രവത്തിൽ നിന്ന്? അൽ വസ്വാസ്. വസ്വാസ്, ദുർബോധകൻ എന്നാണ് വസ്വാസിന്റെ അർത്ഥം. ദുർബോധകൻ, തെറ്റായ ചിന്തകൾ ഉണ്ടാക്കുന്നവൻ എന്നർത്ഥം, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നവൻ. വസ്വാസ് ദുർബോധകൻ, ദുർബോധനം ചെയ്യുന്നവൻ. അതിന്റെ ക്രിയാരൂപം വസ്വസ. വസ്വസ യുവസ്വിസു. വസ്വസ എന്നത് മാദി, യുവസ്വിസു എന്നത് മുലാരി. വസ്വസത്ത് അതിന്റെ മസ്ദറായ രൂപം. അപ്പൊ വസ്വസത്ത് എന്ന് പറഞ്ഞാൽ, വസ്വസത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരാളുടെ മനസ്സിൽ അയാൾ അറിയാത്ത രീതികളിൽ ദുശ്ചിന്തകൾ ഉണ്ടാക്കുക എന്നതാണ് വസ്വസത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. വസ്വസ യുവസ്വിസു വസ്വസത്ത് എന്ന ഈ കലിമത്തിൽ ആവർത്തനത്തെ സൂചിപ്പിക്കുന്ന ഒരു അർത്ഥം ഉൾക്കൊള്ളുന്നുണ്ട്. അത് അറബി പദത്തിൽ ആവർത്തിച്ച അക്ഷരങ്ങൾ ഒരേ കലിമത്തിൽ തന്നെ ഉണ്ടാകുമ്പോൾ ആ പദം കേൾക്കുന്ന മാത്രയിൽ, അത് ഉപയോഗിക്കുന്ന മാത്രയിൽ തന്നെ അതിൽ പറയപ്പെട്ട അർത്ഥത്തിന്റെ ആവർത്തനം മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. വസ്വസ നമുക്കതിൽ കാണാം, വാവും സീനും വീണ്ടും ആവർത്തിച്ചു വരികയാണ്, സൽസല എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോ നിരന്തരം ഇങ്ങനെ ദുർബോധനം, ദുശ്ചിന്തകൾ ഉണ്ടാക്കുക എന്നതാണ് വസ്വസ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അപ്പൊ ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന്, ഈ ദുർബോധകൻ ഒരു വിശേഷണം കൂടി നൽകുകയാണ് അള്ളാഹു. അവൻ ഖന്നാസാണ്. അപ്പൊ അൽ വസ്വാസിൽ ഖന്നാസിന്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലെത്തിടുക. എന്താണ് ഖന്നാസ് എന്ന് പറഞ്ഞാൽ? ഖന്നാസ് എന്ന് പറഞ്ഞാൽ അർത്ഥം ധാരാളമായി വന്ന് മറയുന്നത് എന്നാണ്, പിൻവാങ്ങുന്നത് എന്ന് പറയും. അത് പിൻവാങ്ങുന്ന എന്ത് ശക്തിയായിരുന്നാലും.
പ്രത്യക്ഷപ്പെടുക, അപ്രത്യക്ഷമാവുക, വരിക, മറയുക, വന്നു മറയുക, പിൻവാങ്ങുക. ഖന്നാസ് എന്നതിന്റെ ക്രിയാരൂപം മാദിയായ ഫിഅല് ഖനസ, അപ്രത്യക്ഷമായി, ഗായിബായി. യഖ്നിസു അതിന്റെ മുദാരി, അപ്രത്യക്ഷമാകും, അപ്രത്യക്ഷമാകുന്നു. ഖന്നാസ് അപ്രത്യക്ഷമാകുന്നത്, ധാരാളമായി വന്നു മറയുന്നത്, വന്നു മറയുന്നത്, പിൻവാങ്ങുന്നത് ധാരാളമായി. ഇവിടെയും ഈ ഖന്നാസ് എന്ന പദത്തിൽ അധികാർത്ഥ സൂചനയുണ്ട്. ഖന്നാസ്, ഗഫാർ എന്നൊക്കെ പറയുന്നത് പോലെ. ഗഫാർ എന്ന് പറഞ്ഞാൽ കൂടുതലായി, ധാരാളമായി പുറത്തു കൊടുക്കുന്നവൻ എന്നാണ്. അപ്പൊ ധാരാളമായി വന്നു മറയുന്ന, നിരന്തരം വസ്വാസ് ഉണ്ടാക്കുന്ന ശക്തികളുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലത്തെടുകയാണ്. അപ്പോ ഖന്നാസ്, വസ്വാസ്, വസ്വസത്ത്, ഇങ്ങനെ തുടങ്ങി ഈ പദങ്ങൾ, ഷർറ്, ഇതൊക്കെ നമ്മൾ പുതിയതായി ഈ ആയത്തിലൂടെ പഠിക്കുകയാണ്. ഈ ആയത്തിന്റെ മൊത്താർത്ഥം മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്, മുഴുവനായിട്ടുള്ള അർത്ഥം നിരന്തരമായി വന്നു മറയുന്ന ദുർബോധകന്റെ ഉപദ്രവത്തിൽ നിന്ന്. ആരുടെ ഉപദ്രവത്തിൽ നിന്ന്? അൽ വസ്വാസുൽ ഖന്നാസിന്റെ ഉപദ്രവത്തിൽ നിന്ന്. ആരാണ് വസ്വാസുൽ ഖന്നാസ്? നിരന്തരമായി വന്ന് മറയുന്ന ദുർബോധകൻ, അതാണ് അൽ വസ്വാസുൽ ഖന്നാസ്. ഈ അൽ വസ്വാസുൽ ഖന്നാസ് എന്ന് പറയുന്ന ഈ വാക്യം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും നമ്മുടെ ജീവിതത്തെ വരിഞ്ഞ് മുറുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സകല ദുശക്തികളെയും ഉൾക്കൊള്ളുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിശാച് നമ്മെ സ്വാധീനിക്കുന്നതെങ്ങനെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്. ഇന്ന ശൈത്താന വാദിഉൻ ഖത്മഹു അലാ ഖൽബി ഇബ്നി ആദം ഇദാ സകറല്ലാഹ ഖനസ വഇദാ നസിയ ഇൽതഖമ ഖൽബഹു ഫവസ്വസ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറയാണ്, പിശാച് വാദിഉൻ ഖത്മഹു അലാ ഖൽബി ഇബ്നി ആദം, അവന്റെ മൂക്ക് ആദമിന്റെ സന്തതിയുടെ, അതായത് മനുഷ്യന്റെ ഹൃദയത്തിന്മേലാണ് വെച്ചിരിക്കുന്നത്. ഇദാ സകറല്ലാഹ ഖനസ, ഈ മനുഷ്യൻ, ഈ ആദം സന്തതി എപ്പോഴൊക്കെ അള്ളാനെ ഓർക്കുന്നു എന്ന് കാണുമ്പോൾ ഖനസ, പിശാച് അപ്രത്യക്ഷനാകുന്നു. വൈദാ നസിയ ഇൽതഖമ ഖൽബഹു, എന്നാൽ എപ്പോഴൊക്കെ ഈ മനുഷ്യൻ, ഈ ആദം സന്തതി അള്ളാഹുവിനെ വിസ്മരിക്കുന്നുവോ, ഇൽതഖമ ഖൽബഹു, അപ്പോഴൊക്കെ അവന്റെ ഹൃദയത്തെ വിഴുങ്ങിക്കളയുകയും ഫവസ്വസ, അവനിൽ ദുശ്ചിന്തകളും ദുർബോധനങ്ങളും ജനിപ്പിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പിശാചി എന്ന് പറയുന്ന ഈ ദുശക്തി അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ മനുഷ്യനെ ഒരു വട്ടം സമീപിച്ച് അവസാനിപ്പിക്കുകയല്ല, നിരന്തരമായി സമീപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. നമസ്കാരത്തെയും ബാങ്കിനെയും കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്ക് കേൾക്കുമ്പോൾ പിശാച് ഓടിയകലും, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരും നമസ്കാരത്തിലേക്ക് പോകാതിരിക്കാൻ എന്നുള്ള ദുർബോധനങ്ങളും ദുശ്ചിന്തകളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇഖാമത്ത് കൊടുക്കുമ്പോൾ വീണ്ടും ഓടിയകലും, പിന്നെ നമസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ അടിമയുടെ മനസ്സിലേക്ക് കടന്നു വന്ന് പല കാര്യങ്ങളും ഓർക്കാനൊക്കെ ആവശ്യപ്പെടും. അപ്പൊ നിരന്തരമായി സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുശക്തിയാണ് പിശാച് എന്ന് പറയുന്നത്. ഒരു വട്ടം സമീപിച്ചുകൊണ്ട് സ്വാധീനിക്കാൻ കഴിയുകയില്ല എന്ന് കാണുമ്പോൾ അവനെ സ്വാധീനിക്കാൻ നിരന്തരമായ ശ്രമം നടത്തുന്നു. ആ നിരന്തരമായ ശ്രമത്തെയാണ് വസ്വസത്ത് എന്ന് പറയുന്നത്. ശരിക്കും മനസ്സിലാക്കണം, ആ ശ്രമത്തെ വസ്വസത്ത് എന്നും ശ്രമിക്കുന്നവരെ വസ്വാസ് എന്നും പറയുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ ആയത്തിന്റെ ഇനിയും വിവരണങ്ങളുണ്ട്. അൽ വസ്വാസുൽ ഖന്നാസിന്റെ ദ്രോഹത്തിൽ നിന്ന് അള്ളാഹു നമ്മളോട്
അള്ളാഹുവിനോട് അഭയം തേടാൻ, ശരണം തേടാൻ ആവശ്യപ്പെട്ടതിന്റെ താല്പര്യം എന്ത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം. ഇന്ന് ഈ വിവരണത്തിലൂടെ ഈ ആയത്തിന്റെ അർത്ഥം ശരിക്കും പദാനുപദം, അതിന്റെ ആയത്ത് മുഴുവനായുള്ള അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുക. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ഈ അർത്ഥം നമ്മുടെ മനസ്സിലുണ്ടാകാൻ നാം പൂർണ്ണ മനസ്സോടുകൂടി ഉള്ള ഒരു പഠനം നടത്തുകയാണെങ്കിൽ സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.